ഹലോ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂസ് ആണ് ഈ വീഡിയോ. ഇത് ഈവനിങ് ആണ് കേട്ടോ. കാവിലത്തറേൻ്റെ തലേന്ന് ഈവനിങ് ആണ്. അപ്പോൾ ഞങ്ങൾ കാവിലേക്ക് പോകാൻ ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ്. ഞാനും മോളും അമ്മയും പിന്നെ അമ്മേൻ്റെ അനിയത്തിയും കൂടിയുണ്ട്. അപ്പോൾ മോളെ ഡ്രസ്സ് കണ്ടോ, അവൾ കരഞ്ഞപ്പോൾ ഞാൻ ടി വി വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞില്ലേ, നമ്മളെ കാവിലത്തറക്ക് ഇവിടെ റോഡ് മുഴുവനും ഡെക്കറേറ്റ് ചെയ്യുന്നത് LED ബൾബുണ്ട്. അപ്പോൾ രാത്രി കത്തി നിൽക്കുന്നതുണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു എന്ന് തോന്നുന്നു കുറച്ച് ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഈ ഡെക്കറേഷൻ കാവ് വരെ ഉണ്ടാവേ, നടന്നു പോകുമ്പോഴൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നടന്ന് ഞങ്ങളങ്ങനെ കാവിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു, സന്ധ്യാസമയത്ത് തന്നെ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ രാത്രിയാണ് വരിക. അവിടെ ആ സമയത്ത് എന്തിൻ്റെയോ വെള്ളാട്ടം നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. അപ്പോൾ മോൾ ഈ ലൈറ്റെല്ലാം നോക്കിയിട്ട് അതിശയിച്ച് നിൽക്കുകയാണ്, ഇതെന്തെന്നാ പരിപാടി, ദിവസം ഇപ്പോൾ പോകുന്നുണ്ടല്ലോ നാളെ ആലോചിക്കുന്നത്. അപ്പോൾ താഴേക്കാവിലാണ് വെള്ളാട്ടം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കാർണോറ വെള്ളാട്ടമാണെന്ന് തോന്നുന്നു. ഇതല്ല ശരിക്കും രൂപം നാളെയാണ് കാർണോറ തെയ്യം ഉണ്ടാകുക. ഇത് വെള്ളാട്ടമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഞാനത് മ്യൂട്ടാക്കുന്നില്ല. താഴേക്കാവിൽ കുറച്ച് സമയം നിന്ന ശേഷം ഞങ്ങൾ മുകളിലത്തെ കാവിലേക്ക് കയറി കേട്ടോ. അവിടെയും ഇപ്പോൾ ശാസ്തപ്പൻ്റെ വെള്ളാട്ടം തുടങ്ങാൻ പോവുമായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി വെള്ളാട്ടം തുടങ്ങിയാൽ എനിക്ക് മോളെ കാര്യത്തിലൊരു പേടി ഉണ്ടായിരുന്നു. അവൾ ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ, കഴിഞ്ഞ വർഷം തീരെ കുഞ്ഞായിരുന്നു. പക്ഷേ ആൾ നോക്കി, കരഞ്ഞൊന്നുമില്ല. ചില കുഞ്ഞു മക്കൾ ഭയങ്കര കരച്ചിലായിരിക്കും ഇങ്ങനത്തെ തെയ്യത്തിനെല്ലാം കാണുമ്പോൾ. അടുത്ത് നിന്ന് ചിലർ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവളെന്തായാലും കുറച്ച് സമയം നിന്ന് നോക്കി. പിന്നെ അവളെ പരിപാടി തുടങ്ങി, കുരുത്തക്കേടും നടന്ന് കളിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് ശാസ്തപ്പൻ്റെ വെള്ളാട്ടമാണ് കേട്ടോ. പിന്നെ അവിടെ പന്തം പോലെ കെട്ടിവെച്ചതൊക്കെ നാളത്തേക്ക് കണ്ഠകർണൻ്റെ എന്താ പറയുക, ചക്രത്തിന് കെട്ടുന്ന അതാണ്, നാളത്തേക്ക് വെച്ച സാധനമാണത്, പന്തം. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് സമയം വെള്ളാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചന്തയൊക്കെ കെട്ടിയിട്ടുണ്ട്. മോൾക്ക് ബലൂണ് വാങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് അമ്മമ്മ ഒരു ബലൂണ് വാങ്ങിക്കൊടുത്തു അവർക്ക്. ആ ബലൂണ് വീട്ടിലെത്തുമ്പോഴേക്ക് എന്നെ കാറ്റ് പോയി കഴിഞ്ഞിട്ട്. അപ്പോൾ ആ കുഞ്ഞൊന്നും ചെയ്തല്ല, അങ്ങനെ ഒരു കാറ്റ് പോയി. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെയാണ് ഷൂട്ട് ചെയ്യുന്നത്.
ഇത് പിറ്റേന്ന് രാവിലെ ഞാൻ തറയൊക്കെ കാണിക്കണം നിങ്ങളെ എന്നൊക്കെ വിചാരിച്ച് റെഡിയായി നിന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം കാവിലെ തറയൊക്കെ രാവിലെ നല്ല രാവിലെ കുറേ തറകളൊക്കെ കഴിഞ്ഞു പോയി. കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് ആ സമയത്തൊന്നും പോകാനും പറ്റിയില്ല. ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വേണ്ടേ പോവാൻ. നമ്മൾ ഒറ്റക്കാവുമ്പോൾ എപ്പോൾ വേണമെങ്കിലും പോവാം. പിന്നെ നല്ല വെയിലും. അപ്പോൾ ഈ സമയത്ത് കെട്ടിയാടുന്ന തെയ്യം കാണാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പോകുന്നത്. പിന്നെ ഫുഡൊക്കെ ക്ഷേത്രത്തിൽ അടിപൊളി സദ്യയുണ്ട്. സദ്യ കഴിക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരു കയ്യിൽ പാത്രം ഉണ്ടാവും, ഒരു കയ്യിൽ കുഞ്ഞും ഉണ്ടാവും. അവളാണെങ്കിൽ ആരും കയ്യിൽ പോവുകയില്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നല്ല വെയിലാണ്, നിങ്ങൾ കാണുന്നില്ല നടന്നു പോകുമ്പോൾ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ശാസ്തപ്പൻ്റെ തറയിൽ കഴിഞ്ഞിരുന്നു. ഇത് കാണണമെന്ന് വിചാരിച്ചാൽ 12 മണിക്കെങ്കിലും അവിടെ പോയത്. പക്ഷേ അതും കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പോയപ്പോൾ തന്നെ ശാസ്തപ്പന് പൈസ കൊടുത്തു. എന്തൊക്കെയോ പറഞ്ഞു, കുറേയൊക്കെ സത്യം തന്നെ. അപ്പോൾ കുഞ്ഞ് കിടന്നത് കണ്ടോ, അടുത്ത് നിന്ന് കാണുമ്പോൾ ആൾക്ക് പേടിയായിരുന്നു. ഇതിപ്പോൾ അമ്മയാണ് ഷൂട്ട് ചെയ്തത്, അതുകൊണ്ട് ഇങ്ങനെ അപ്പോൾ ദൈവത്തിന് രാർച്ചെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളവിടെ കുറച്ച് സമയമായിരുന്നു. ഫുഡ് കഴിക്കാനുള്ള സമയം ഭയങ്കര ക്യൂ ആയിരുന്നു. കുഞ്ഞുള്ളതുകൊണ്ട് പിന്നെ അവിടെ നമുക്ക് പ്രത്യേക പരിഗണനയാണ്, ക്യൂ ഒന്നും നിൽക്കണ്ട. അപ്പോൾ ഇവള് ഭയങ്കര കളിയാണ്. ഇവിടെ ഓടിക്കളിക്കുക, കളിക്കുമ്പോൾ എൻ്റെ കയ്യും പിടിച്ചിട്ട് ക്ഷേത്രത്തിന് ചുറ്റും ചുറ്റുക. ദൈവം അവിടെ ഇരിക്കുന്നതൊന്നും അവൾക്കൊരു പ്രശ്നമില്ല. പിന്നെ അവസാനം എൻ്റെ അമ്മേൻ്റെ ബാഗ് എടുത്തിട്ട് പോവാണ്, ഒറ്റയ്ക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടിട്ട് പോവാണ്. ആൾക്കാർ എല്ലാവരും നോക്കുന്നുണ്ട് ഈ ചോട്ട ബാഗും എടുത്ത് നിൽക്കുന്ന കണ്ടിട്ട്. പിന്നെ ടാറ്റയും പറയുന്നുണ്ട്. പിന്നെ ഈ വരുന്ന ദൈവങ്ങൾ അങ്കക്കാരനും പപ്പൂരനാണ്. ബാക്കിയുള്ള ദൈവങ്ങൾ അവരെ സ്വീകരിക്കാൻ പോയതാണ്. ആ മുമ്പിൽ കാണുന്ന ദൈവത്തിൻ്റെ തെണ്ടാൻ പോവാന്ന് ഇവിടെ നാട്ടിൽ പറയുക. അപ്പോൾ കുറച്ച് വീട്ടിൽ പോയിട്ട് അവർ നേർച്ച വാങ്ങിയിട്ട് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് കയറുന്നതാണ് ഈ കാണിക്കുന്നത്. അവരെ സ്വീകരിക്കുന്നതാണത്. അപ്പോൾ അതും കൂടി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി തറകളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേയൊക്കെ കഴിഞ്ഞു പോയിരുന്നു ഞാൻ ചെല്ലുമ്പോഴേക്കും. പിന്നെ തിരക്ക് കൊണ്ട് എൻ്റെ ക്യാമറ ഞാൻ അത്രേ ഹൈറ്റുള്ളൂ, ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് പോതിത്തെയ്യം പിന്നെ പാലേൻ്റെ അടുത്തുനിന്ന് ഇറങ്ങി വരുന്നതാണ് എന്ന് പറയും. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യാൻ ഞാൻ അത്ര ഹൈറ്റായതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് എടുക്കാനും പറ്റുന്നില്ല. ഇതായോ ഫോക്കസ് ചെയ്ത വേറെ എന്തോ ആയിപ്പോയി. അപ്പോൾ ദേവിയെ ചിലർക്ക് അറിയാമെന്നറിയില്ല, കണ്ണൂരുകാർക്കറിയാം. ദേഷ്യം പിടിപ്പിക്കാൻ ദേഷ്യം പിടിപ്പിക്കാൻ നമ്മൾ ആൺപിള്ളേരും ഇപ്പോൾ പെൺപിള്ളേരും കൂവിയിട്ടാണ് ദേഷ്യം പിടിപ്പിക്കുക. അതിൻ്റെ സൗണ്ടായിരിക്കും നിങ്ങളിതിൽ ഫുള്ള് കാണുക. പിന്നെ കുറച്ച് തെയ്യത്തിൻ്റെ ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാവിലത്തിറക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. പക്ഷേ വേറൊരു വീഡിയോയിൽ ഞാൻ പോതിത്തെയ്യം മാത്രമായിട്ട് ഇടുന്നുണ്ട്. അത് കുടുംബക്ഷേത്രത്തിലുള്ള ദേവീൻ്റെ കിട്ടിയിട്ടുണ്ട് വീഡിയോ, അത് ഞാൻ എഡിറ്റ് ചെയ്തിടാം കേട്ടോ. ഇത് കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.